വാർത്തയിലേക്ക് പോയാൽ തളിപ്പറമ്പ് എം.എൽ.എ. ടി.കെ. ഗോവിന്ദനും പയ്യന്നൂർ എം.എൽ.എ. വി. കുഞ്ഞികൃഷ്ണനും ഇന്ന് കണ്ണൂരിൽ സംയുക്ത വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിന് പിന്നാലെയാണ് രണ്ടുപേരും മാധ്യമങ്ങളെ കാണുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്ന M.V. ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് ഉൾപ്പെടെ മറുപടി പറയുമെന്നാണ് പ്രതീക്ഷ. നിഖിൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ ടി.കെ. ഗോവിന്ദനും അതേപോലെ തന്നെ കുഞ്ഞികൃഷ്ണനുമൊക്കെ പാർട്ടി വിടാനിടയായ സാഹചര്യമൊക്കെ കേരളം വലിയ സ്കെയിലിൽ ചർച്ച ചെയ്തതാണ്. അന്ന് ഇവർ പാർട്ടി വിട്ട് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾക്കൊക്കെയും പിന്നാലെ പാർട്ടി സെക്രട്ടറിയും ഒക്കെയും എടുത്ത നിലപാടുകളൊക്കെയും നമ്മൾ കണ്ടിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു ഇതൊക്കെയും. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം ജനവിധി മറിച്ചായിരുന്നു. ടി.കെ. ഗോവിന്ദൻ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരി. അവരുടെ നിലപാടിനൊപ്പം നിൽക്കുകയായിരുന്നു പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെയും, പാർട്ടി കോട്ടകളൊക്കെയും. ഈ വലിയ പരാജയത്തിനുള്ള കാരണം, CPM-ന്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു പരാജയത്തിനുള്ള കാരണങ്ങളിൽ പോലും ഇവരുടെയൊക്കെയും നിലപാട്, അല്ലെങ്കിൽ ഇവർക്കെതിരെയൊക്കെയും പാർട്ടി സ്വീകരിച്ച നിലപാടുമൊക്കെ കാരണമായി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. അതും ചരിത്രപരം എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ രണ്ടുപേരും മാധ്യമങ്ങളെ കാണുന്നു. എന്ത് പ്രതീക്ഷിക്കണം? ഇപ്പോൾ പാർട്ടി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് തെറ്റുപറ്റി പല കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെയും വാക്കുകൾക്ക് കേരളം കാതോർക്കും. സേതു, ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് പിന്നാലെ CPIM ഒടുവിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നു. അത് മാത്രമല്ല, തളിപ്പറമ്പിലും പയ്യന്നൂരിലും പ്രത്യേക സാഹചര്യമായിരുന്നു. അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പാളിച്ചയുണ്ടായി. പക്ഷേ M.V. ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് ജില്ലാ നേതൃത്വമാണ്. അതുകൊണ്ട് അവർ അത് സ്വയം വിമർശനമായി കണ്ട് റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകുകയായിരുന്നു. ആ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുകയായിരുന്നു എന്നതാണ് പറയുന്നത്. പക്ഷേ ഈ സംഭവങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ വീക്ഷിക്കുന്നവർക്കറിയാം, ഇത് തളിപ്പറമ്പിൽ ഇപ്പോൾ ജില്ലാ നേതൃത്വം തീരുമാനമെടുത്തു എന്നൊരു ആരോപണമായിരുന്നില്ല ടി.കെ. ഗോവിന്ദൻ ഉണ്ടായിരുന്നത്. M.V. ഗോവിന്ദൻ മാഷിൻ്റെ പിടിവാശിയാണ് അവിടെ P.K. ശ്യാമളയെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കേണ്ടത് എന്നുള്ളതായിരുന്നു. മാത്രമല്ല, പയ്യന്നൂരിലെ കാര്യത്തിലേക്ക് വന്നാൽ M.V. ഗോവിന്ദൻ മാഷ് ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് പയ്യന്നൂരിൽ കൂടെ നിർത്താൻ, വി. കുഞ്ഞികൃഷ്ണനെ കൂടെ നിർത്താൻ പാർട്ടി പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ അതിന് അടിയറയൊരുക്കുകയായിരുന്നു വി. കുഞ്ഞികൃഷ്ണൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിനെല്ലാമുള്ള മറുപടി ഇന്ന് രണ്ടുപേരും നൽകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും വി. കുഞ്ഞികൃഷ്ണൻ ഈ പയ്യന്നൂരിൽ എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം എന്തുകൊണ്ട് താൻ മത്സരിച്ചു എന്ന തുടക്കം മുതൽ വി. കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലും വി. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് T.I. മധുസൂദൻ ആയിരുന്നില്ല അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ താൻ മത്സരിക്കില്ലായിരുന്നു, താൻ ജയിക്കാൻ വേണ്ടി മത്സരിച്ചയാളല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ M.V. ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിലുണ്ടായ മറ്റൊരു പ്രതികരണം, അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ പേരിലാണ് വി. കുഞ്ഞികൃഷ്ണനും ടി.കെ. ഗോവിന്ദനുമൊക്കെ പാർട്ടി വിട്ട് പോയി എതിർചേരിയിൽ മത്സരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതിനും രണ്ട് നേതാക്കളുടെയും മറുപടി ഉണ്ടാവും. കാരണം ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനും ജയിച്ചു വന്ന പയ്യന്നൂരിൻ്റെയും തളിപ്പറമ്പിൻ്റെയും രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം, അവിടെ ഈ CPIM അനുഭാവികൾ അല്ലെങ്കിൽ CPIM അംഗങ്ങൾ തന്നെയാണ് ഇവർക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാർലമെൻ്ററി വ്യാമോഹം കൊണ്ട് മാത്രം പോയ രണ്ട് ആളുകൾ എന്ന രീതിയിൽ മാത്രം വിശേഷിപ്പിക്കുന്നതിനെതിരെ സ്വാഭാവികമായും രണ്ടുപേരും അക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് മറുപടി നൽകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് സേതു നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ വാർത്താ സമ്മേളനങ്ങൾ കൃത്യമായി എന്തുകൊണ്ട് തങ്ങൾ CPIM വിട്ടു പോകുന്നു, എന്തുകൊണ്ട് മറുചേരിയിൽ മത്സരിക്കുന്നു എന്നതൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായി അത്തരത്തിൽ രണ്ടുപേരും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം പ്രതികരിച്ചതല്ലാതെ മറ്റത്ര വിശദമായി കാര്യങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഇന്ന് എന്തൊക്കെയാവും പറയുക എന്നുള്ളതാണ് കേരളം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം. കാരണം ഈ രണ്ടുപേരുടെയും വാക്കുകൾക്ക് കേരളം അത്രയേറെ കാതോർത്തിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ്, തിരഞ്ഞെടുപ്പിന് ശേഷം രണ്ടുപേരും അങ്ങനെ സംസാരിച്ചിട്ടില്ല ഈ വിഷയങ്ങളിലൊക്കെ. ഇപ്പോൾ പാർട്ടി തന്നെ തെറ്റൊക്കെ ഏറ്റു പറഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേർക്കും എന്താ പറയാനുള്ളത് എന്നുള്ളതും നമുക്കും കാതോർക്കാം, അവർ പറയുന്നത് എന്തെന്ന് അറിയാനായിട്ട്.